ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സെന്റ് തോമസ് മാർ തോമസ് സുവിശേഷ സേവിക സംഘം നടത്തുന്ന ഈ വിശുദ്ധ നോമ്പുകാല ധ്യാനത്തിൽ പങ്കുചേരുവാൻ എനിക്കും ഇടയായതോർത്ത് ദൈവത്തിന് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, നാം ഇപ്പോൾ വിശുദ്ധമായ നോമ്പ് കാലത്തിലാണ്. ഈ കാലഘട്ടം ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലുപരി ആത്മപരിശോധനയുടെ കാലമാണ്. ദൈവത്തോടുള്ള ബന്ധം പുതുക്കുകയും ആഴപ്പെടുത്തുകയും ചെയ്യുന്ന ആത്മീയ യാത്രയാണിത്. ഈ വിശുദ്ധ നോമ്പ് കാലത്തിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃക മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടെങ്കിലും വിജയിയായി മടങ്ങി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മരുഭൂമിയിലെ പരീക്ഷകളും വിജയവും, വിക്ടോറിയസ് ഇൻ ദ വിൽഡർനെസ്. അതിനായി തിരഞ്ഞെടുത്ത വേദഭാഗ്യം ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് മരുഭൂമി ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്നതാണ്. ഈ വാക്യത്തിന് ഉദാഹരണമായി പരീക്ഷകളെ അതിജീവിച്ച ക്രിസ്തു നമ്മുടെ മാതൃക എന്നതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നു: പരിശുദ്ധാത്മാവിനാൽ യേശു മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം സാത്താൻ അവനെ പരീക്ഷിച്ചു. ആ പരീക്ഷകൾ വെറും വിശപ്പിൻ്റേതായിരുന്നില്ല, അത് വിശ്വാസത്തിൻ്റെയും അനുസരണയുടെയും ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെയും പരീക്ഷയായിരുന്നു. ഓരോ പരീക്ഷയ്ക്കും യേശു മറുപടി പറഞ്ഞത് എഴുതിയിരിക്കുന്നത് എന്നായിരുന്നു. അവൻ ഉപയോഗിച്ച ആയുധം ദൈവവചനമായിരുന്നു. ഈ വചനം നമ്മുടെ ജീവിതമായി ബന്ധപ്പെടുത്തി നോക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മരുഭൂമി എന്നത് ഏകാന്തതയുടെയും കഷ്ടതയുടെയും ഇടമാണ്. ഇന്നത്തെ ജീവിതത്തിലും നമുക്ക് വിവിധ തരത്തിലുള്ള മരുഭൂമി അനുഭവങ്ങളുണ്ട്. 1. ശബ്ദങ്ങളുടെ മരുഭൂമി. സോഷ്യൽ മീഡിയയും ജോലിയുടെ തിരക്കുകളും നമ്മെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെയാക്കുന്നു. 2. ആശങ്കയുടെ മരുഭൂമി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം. 3. ആത്മീയ വളർച്ചയുടെ മരുഭൂമി. പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കിട്ടുന്നില്ലെന്ന് തോന്നുന്ന അവസ്ഥ. എന്നാൽ ഓർക്കുക, മരുഭൂമി ശിക്ഷയുടെ ഇടമല്ല, അതൊരു രൂപാന്തരത്തിൻ്റെ ഇടമാണ്. ഈ പറയുന്ന മരുഭൂമി അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉള്ള വിജയത്തിൻ്റെ രഹസ്യം ഒന്ന് മാത്രമാണ്: വചനത്തിൻ്റെ കരുത്ത്. സാത്താൻ യേശുവിനോട് പറഞ്ഞു, കല്ലുകളെ അപ്പമാക്കുക. യേശുവിൻ്റെ മറുപടി: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്താലും ജീവിക്കുന്നു. ജഡിക മോഹങ്ങൾ, അനാവശ്യ ആഗ്രഹങ്ങൾ, ആത്മീയ ക്ഷീണം, ഇവയെല്ലാം ജയിക്കാൻ ദൈവവചനം നമുക്ക് ശക്തിയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നു: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരുഭൂമി പരാജയത്തിൻ്റെ സ്ഥലമല്ല, വിജയത്തിൻ്റെ പാഠശാലയാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ൽ കാണുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയത് അവരെ വിനയപ്പെടുത്താനും പരീക്ഷിക്കുവാനുമായിരുന്നു, നശിപ്പിക്കുവാനല്ല. അതുപോലെ നമ്മുടെ പ്രതിസന്ധികൾ നമ്മെ തളർത്താനല്ല, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ്. അതിനാൽ ഈ മരുഭൂ യാത്രയിൽ നാം പാലിക്കേണ്ട 3 കാര്യങ്ങൾ: 1. നമ്മൾ നമ്മെ തന്നെ തിരിച്ചറിയണം. 2. ദൈവത്തെ കൂടുതൽ ആശ്രയിക്കണം. 3. വചനത്തിൻ്റെ ശക്തി അനുഭവിക്കണം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിലെ മരുഭൂമികളെ തിരിച്ചറിയാം. പരീക്ഷകളെ ഭയപ്പെടാതെ വചനത്തിൻ്റെ കരുത്തോടെ അതിജീവിക്കാം. മരുഭൂമിയിൽ നിന്ന് വിജയം നേടിയ ക്രിസ്തുവിനെ പോലെ നമ്മളും സ്നേഹത്തിൻ്റെ ജീവജലമായി ലോകത്തിൽ ഒഴുകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പ് കാലത്ത്
എൻ്റെ ജീവിതത്തിലെ പരീക്ഷകളിൽ വചനത്തിൻ്റെ കരുത്ത് നൽകണമേ. മരുഭൂമിയിലെ എൻ്റെ ഏകാന്തതയിൽ നിൻ്റെ സാന്നിധ്യം അനുഭവിപ്പിക്കണമേ. എന്നിലൂടെ നിൻ്റെ സ്നേഹത്തിൻ്റെ നദികൾ മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ കൃപ നൽകണമേ. ആമേൻ.